നമ്മൾ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്ന ഒരു കട. നമ്മൾ പോയ സമയത്ത് അവിടെ നമ്മൾ ഉദ്ദേശിച്ചൊരു സാധനം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് തൊട്ടടുത്ത കടയിൽ പോയിട്ട് അന്വേഷിക്കൂലേ. അപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തൊട്ടടുത്ത കടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ സ്ഥിരമായിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന ആളാണ്. അപ്പോൾ നോർമലി അയാൾ ചെയ്യാം, നമ്മളോട് ഒന്നുകിൽ പറയും നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല എന്ന് പറയും. ഇല്ലെങ്കിൽ രണ്ടാമത് അയാൾ ഓപ്ഷൻ പറയാം, നോർമലി മാർക്കറ്റിലുള്ള റേറ്റിനേക്കാളും കൂടുതൽ അതിനൊരു റേറ്റ് പറയും. അങ്ങനെ അയാൾ നമ്മളെ മോശമായിട്ടാണ് എന്ത് ചെയ്യുക, നോർമലി ട്രീറ്റ് ചെയ്യുക. കാരണം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഇയാൾ അപ്പുറത്തെ കടയിലുള്ള സ്ഥിരം കസ്റ്റമറാണ്. എന്നാൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്നാൽ പ്രൈസിങ് സ്ട്രാറ്റജിയൊക്കെ പ്രകാരം പറയുന്നത് അയാളെ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ അലവൻസും ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് അയാളെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം അയാൾ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനും ഇതിനൊക്കെ അനുസരിച്ച് അയാൾ പിന്നീട് നമ്മുടെ സ്ഥിരം കസ്റ്റമറായിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനാണ് ശരിക്കും നമ്മൾ നോർമലി ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ആൾ നോർമലി അയാളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾ നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കൂടെ പുതിയ കസ്റ്റമർ ബേസും കൂടി ബിൽഡ് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാനോ ബിസിനസ്സിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനോ അയാൾക്ക് പറ്റുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചോളം പുതിയ കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനോ പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനോ ബിസിനസ്സിൽ വാല്യൂ ഉണ്ടാക്കാനും അയാൾക്ക് പറ്റുന്നു.